തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് ചർച്ചകൾ തുടരുന്നതിനിടെ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു ടി.വി.കെ നേതാവ് വിജയ്. കോൺഗ്രസ് ഉപാധിയോടെ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിജയുടെ നീക്കം. കോൺഗ്രസിനൊപ്പം CPI, CPM, VCK പാർട്ടികളുടെ പിന്തുണയും ടി.വി.കെ ഉറപ്പിച്ചതായാണ് സൂചന. എന്നാൽ 2 സീറ്റുകൾ നേടിയ മുസ്ലിം ലീഗ് DMK മുന്നണിക്കൊപ്പം തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സമൂർ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. സമൂർ, ഇപ്പോൾ കോൺഗ്രസും ഈ ഇടത് പാർട്ടികളും കൂടിയാകുമ്പോഴേക്കും 11 സീറ്റ് ആണല്ലോ നിലവിൽ ആവശ്യമുള്ളത്. അങ്ങനെ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുമോ? കൂടുതൽ പാർട്ടികളുടെ പിന്തുണ വേണ്ടി വരുമോ? എപ്പോഴത്തേക്കാകും ഇനി സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്കൊക്കെ കടക്കുക? സൈഫുദ്ദീൻ, തമിഴ്നാട്ടിൽ ടി.വി.കെ പാർട്ടി സർക്കാർ രൂപീകരണത്തിലുള്ള നടപടികളും അവരുടെ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കുറച്ചു മുമ്പ് ഗവർണറെ കണ്ട് ടി.വി.കെ നേതാവ് വിജയ് സംസാരിച്ചു. തങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് കത്ത് നൽകിയിട്ടുണ്ട് ഗവർണർക്ക്. അതോടൊപ്പം തന്നെ ചർച്ചകളുടെ അവസാന ഘട്ടത്തിലാണ്. നിലവിൽ കോൺഗ്രസ് ടി.വി.കെക്ക് പൂർണ്ണമായിട്ടും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു തീരുമാനമായിട്ട് അതിനെ പറയാൻ സാധിക്കില്ല. കാരണം നിലവിൽ 234 സീറ്റിൽ 118 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് തമിഴ്നാട്ടിൽ വേണ്ടത്. അതിൽ 108 സീറ്റുകളാണ് നിലവിൽ ടി.വി.കെക്കുള്ളത്. ഇനി 11 സീറ്റുകളാണ് ആവശ്യം. 11 സീറ്റുകൾ, 2 സീറ്റുകളിൽ വിജയ് മത്സരിച്ചതിൽ 1 സീറ്റിൽ വിജയ് തീർച്ചയായിട്ടും അവിടെ രാജിവെക്കും. അപ്പോൾ 107 സീറ്റുകളാകും. അങ്ങനെയാണ് 11 സീറ്റുകൾ ആവശ്യം. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു തീരുമാനം പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാമെന്നാണ് കേന്ദ്രം അറിയിച്ചത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പേ തന്നെ കോൺഗ്രസിന്റെ പല MP-മാരും ടി.വി.കെ അനുമോദിച്ചും അവരെ പുകഴ്ത്തിയും സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും ഇട്ടിരുന്നു. അവർക്ക് DMK-യുമായിട്ട് നിലവിൽ പല വിഷയങ്ങളുമുണ്ട്. സാധാരണ നമുക്കറിയാം, തമിഴ്നാട് പൊളിറ്റിക്സിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ DMK മുന്നണികളിൽ ഒരുപാട് പാർട്ടികളെ ഒപ്പം കൂട്ടുമെങ്കിലും സർക്കാർ രൂപീകരിക്കുന്ന സമയത്ത് അവർ മറ്റു കക്ഷികൾക്ക് അവസരം കൊടുക്കാറില്ല, മന്ത്രിസഭയിൽ അവസരം കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും CPM-നും അടക്കം ഇതിൽ വിയോജിപ്പുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെ ടി.വി.കെയോടൊപ്പം പോകണമെന്നായിരുന്നു കോൺഗ്രസിന്റെ തമിഴ്നാട്ടിലെ സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം. പക്ഷേ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അതിന് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അങ്ങനെ DMK-യുമായിട്ട് വളരെ തെരഞ്ഞെടുപ്പ് സജീവമായിട്ട് തന്നെയായിരുന്നു പോയിരുന്നത്. പക്ഷേ ടി.വി.കെ ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വന്നപ്പോൾ തമിഴ്നാട് സ്വാഭാവികമായിട്ടും വിജയ് ആദ്യം തന്നെ പരിഗണിച്ചത് കോൺഗ്രസിനോട് പിന്തുണ ആവശ്യപ്പെട്ടു. സംസ്ഥാന നേതൃത്വം അത് അംഗീകരിച്ചു. പക്ഷേ അതിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് ശ്രദ്ധേയമാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് വരെ മുസ്ലിം ലീഗിലെ ഇവിടുത്തെ സംസ്ഥാനത്തെ നേതാക്കളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ഒരിക്കലും ടി.വി.കെ ഒപ്പം അവിടുത്തെ മുസ്ലിം ലീഗ് പോകില്ല. മുസ്ലിം ലീഗിന് 2 സീറ്റുകളുണ്ട്. ആ 2 സീറ്റുകൾ നിന്നുകൊണ്ട് തന്നെ അവർ DMK-ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിനെയാണ് ഇതുവരെ പറഞ്ഞത്. സൈഫു, യെസ്. അപ്പോൾ എന്തായാലും വിജയ് സർക്കാർ രൂപീകരിക്കാൻ വേണ്ടിയുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ഗവർണറെ കണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഡേറ്റ് തീരുമാനിക്കണം. 11 സീറ്റ് കൂടിയാണ് അവർക്ക് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത്. അതിനുള്ള പിന്തുണ ഇപ്പോൾ ഏറെക്കുറെ ആയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി വിജയുടെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്.